നമസ്കാരം. ചൊറിയാതെ വയ്യ അടുത്ത എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മുടെ ജാമിത ടീച്ചർ ഇന്ന് ഭയങ്കര ചൊറിച്ചിൽ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കും. നോക്കൂ, നമ്മളെല്ലാവരും കേട്ട ഒരു 2016 ജനുവരിയിലാണെന്ന് എന്റെ ഓർമ്മ. അന്ന് കേട്ട ഒരു വലിയൊരു പേരുണ്ട്, രോഹിത് വെമുല എന്ന് പറയുന്ന ഒരു പേര് അല്ലെ. ഹൈദരാബാദ് സ്വദേശിയാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഒരു സർവകലാശാലയുടെ ഹോസ്റ്റലിൽ തൂങ്ങി മരിക്കപ്പെട്ട ഒരു സംഭവം. അത് കൃത്യമായിട്ട് ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് അയാളെ അവിടെ ജാതി വിവേചനം നേരിട്ടു എന്നും പറഞ്ഞുകൊണ്ട് അയാളെ അല്ല, ആ കുട്ടിയെ, ആ കുഞ്ഞിനെ എന്ന് തന്നെ പറയാം, അദ്ദേഹത്തെ അവിടെ തൂക്കിക്കൊന്നു, അതല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ തൂങ്ങിയാടാൻ വേണ്ടി അദ്ദേഹത്തെ നയിച്ചു എന്നൊക്കെ അന്ന് വാർത്താ മാധ്യമങ്ങളൊക്കെ ഒരുപാട് ആഘോഷിക്കപ്പെട്ടിരുന്നു. മാത്രമല്ല, അന്ന് എനിക്ക് തോന്നുന്നു ഇന്നത്തെ പിണറായി സർക്കാരിലെ മന്ത്രിയായിരുന്ന MP രാജേഷ്, ഇതിനു മുൻപ് അയാൾ സ്പീക്കറായിരുന്നു, അദ്ദേഹം അടക്കമുള്ള ഈ കേരളത്തിൽ നിന്നുള്ള MP മാരൊക്കെ ആ സർവകലാശാലയ്ക്ക് പുറത്തൊക്കെ പോയി നിന്നുകൊണ്ട് വലിയ കോലാഹലമൊക്കെ സൃഷ്ടിച്ച, സമര കോലാഹലമൊക്കെ സൃഷ്ടിച്ച നാളുകൾ തന്നെ നമ്മൾ കണ്ടതാണ് 2016. അതായത് നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്ന് 2ാമത്തെ വർഷമായപ്പോഴേക്കും അദ്ദേഹത്തെ താഴെ ഇറക്കാൻ വേണ്ടി കിട്ടിയ ഒരു സുവർണ അവസരം എന്ന രീതിയിൽ മുതലെടുക്കപ്പെട്ട ഒരു സംഭവമായിരുന്നു അത്. എന്നാൽ അതിനേക്കാൾ ദാരുണമായിട്ടുള്ള, അതല്ലെങ്കിൽ അതിനേക്കാൾ വേദനാജനകമായിട്ടുള്ള ഒരു സംഭവം നമ്മുടെ നാട്ടിൽ, ഈ കേരളത്തിൽ, ഉത്തരേന്ത്യയിലേക്ക് മറ്റ് അന്യ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് നോക്കിയിരിക്കുന്ന നമ്മളെല്ലാവരും കണ്ടു. ഇവിടെ വയനാടിൽ നടന്ന 22 വയസ്സുള്ള ഒരു കുരുന്നിനെ 3 ദിവസം ഒരു അരിയാഹാരമോ അതല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളമോ പോലും കൊടുക്കാതെ അവസാനം കെട്ടിത്തൂക്കി കൊന്നോ അതല്ലെങ്കിൽ കെട്ടിത്തൂങ്ങി മരിച്ചോ എന്നുള്ള രീതിയിൽ ഇന്നും സംശയാസ്പദമായ രീതിയിലേക്ക് മാറിയിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം എന്ന് തന്നെ അക്ഷരം തെറ്റാതെ പറയാവുന്ന ഒരു മരണവും നമ്മൾ കണ്ടു. ഈ 2 വിഷയങ്ങൾ നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ ചൊറിയാതെ വയ്യയുടെ മൂല കാരണം. അതുകൊണ്ട് തന്നെ ടീച്ചറിലേക്ക് ഞാൻ നേരെ മൈക്ക് കൈമാറുകയാണ്. ടീച്ചറെ, ഒന്ന് ചൊറിയാം നമ്മൾക്ക്. ഇവിടെ ഇരയുടെ മതവും അതല്ലെങ്കിൽ വേട്ടക്കാരന്റെ രാഷ്ട്രീയവും എന്ന് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ആ ഒരു ചൊറിയാതെ വയ്യയുടെ പ്രധാനപ്പെട്ട വിഷയം. എന്തായാലും ടീച്ചറെ അങ്ങോട്ട് ചൊറിഞ്ഞോളൂ. എന്തായാലും ആ പേര് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചൊറിയാതെ വയ്യ എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ചെയ്യുന്നു. മറ്റ് ചാനലുകൾ, പ്രത്യേകിച്ച് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ചില സെലക്റ്റീവ് വിഷയങ്ങൾ ചർച്ചയ്ക്ക് എടുക്കാറില്ല. അത് എന്തുകൊണ്ടാണ് നമുക്കറിയാം. വേട്ടക്കാരുടെ രാഷ്ട്രീയം ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. ഇരകളുടെ മതം, ഇത് രണ്ടുമാണ് പ്രധാനമായും നമ്മളെ ഇന്ന് ചർച്ചയ്ക്കെടുക്കാൻ പ്രേരിപ്പിച്ചത്. ഇന്ന് രാവിലെ ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കമ്മ്യൂണിറ്റി പോസ്റ്റില് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം വിഷയം എന്ന് പറഞ്ഞു. ഈ വിഷയവും നിങ്ങൾ തിരഞ്ഞെടുത്തതാണ്. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ ആ ഒരു കമന്റ് ആണ് ഞങ്ങൾ ഇന്നത്തെ വിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. എല്ലാവരുടെയും ഭാഗത്തു നിന്നും നല്ല രൂപത്തിലുള്ള സഹകരണം പ്രതീക്ഷിക്കുന്നു. ഈ പരിപാടി തുടങ്ങിയപ്പോൾ ഇത്ര വലിയ വിജയത്തിൽ എത്തുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല, മറിച്ച് ഒരു തിരിനാളമെങ്കിലും കൂരിരുട്ടിൽ കത്തിച്ചു വെക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. അതോടെ യുക്തിവാദികൾക്ക് ആകെ ഇളകി. സംഖ്യകളുമായി ചേർന്ന് ജാമിത യുക്തിവാദം മറന്നു എന്നൊക്കെ പറഞ്ഞു. ആ പറഞ്ഞ ആൾ ഒരു കമ്മിയാണ്. അതാണ് അതിലേറെ രസകരം. അതായത് കമ്മിക്ക് കുടപിടിക്കുന്ന രാഷ്ട്രീയം, ഇതാണ് നമ്മുടെ നാട്ടിൽ തുടങ്ങി വെച്ചിരിക്കുന്നത്. അത് ഏതാണ്ട് തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും.